ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷീറ്റ് സ്പൈസസ്. ഇന്ന് ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ചിക്കൻ മഖ്നി റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് കൈവച്ച് അമർത്തിയിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കുറേ സമയം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണ്ട. നമുക്കിത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള പണിയെല്ലാം ചെയ്യുന്ന സമയം വരെ അതവിടെ സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 ഒണിയനും 3 ടൊമാറ്റോയും കുറച്ച് ഗ്രീൻ ചില്ലിയാണ് എടുത്തത്. അപ്പോൾ ഞാനൊരു കടായി വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ഏലക്കായ്, വലുതാണെങ്കിൽ 3 മതിയാവും കേട്ടോ. 3 ഏലക്കായും പിന്നെ 4-5 കറാമ്പൂ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ഒണിയൻ എടുത്തിട്ടുണ്ടല്ലോ, അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മഖ്നി കഴിക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത് ക്രീമും ബട്ടറുമാണ്. ബാക്കിയൊക്കെ നമ്മൾ ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അപ്പം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബട്ടറും ഈ ഫ്രഷ് ക്രീമുമാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് എടുക്കുകയാണ്. ഒരു ട്രാൻസ്പെറൻറ്റ് രീതിയിലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇത് സോട്ട് ചെയ്ത് കൊടുക്കുക. ജിഞ്ചർ ഗാർലിക്കും കൂടി ഇട്ടതിന് ശേഷം 1-2-3 മിനിറ്റ് വരെ ഒന്നും കൂടി സോട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തത്. അപ്പോൾ വലിയ തക്കാളിയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എടുത്താൽ മതിയാവും. അപ്പോൾ എൻ്റെ വലിയ സൈസ് അല്ലായിരുന്നു, ചെറിയ സൈസാണ്. ഞാൻ 3 എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിൽ 3 തക്കാളിയാണ് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത്. എന്തായാലും ഇതെല്ലാം കൂടി നമുക്ക് മിക്സറിൽ ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തക്കാളി ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തടിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സി ജാറിലേക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഓക്കെ, ഇതിൻ്റെ ചൂടൊക്കെ നല്ലോണം തണിഞ്ഞതിന് ശേഷം മാത്രമേ മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിൽ ആവശ്യമായിട്ട് വേണ്ട വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഓക്കെ, ഇനി ഞാൻ അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ടർ ആഡ് ചെയ്തിട്ട് അതൊന്ന് മെൽട്ടാവട്ടെ. ഒന്ന് മെൽട്ടായി വന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച തക്കാളി ഉള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ അരച്ചു വെച്ച പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഞാനിത് ഇളക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചിക്കൻ നല്ലോണം ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഗ്രേവി തന്നെ കിടന്നിട്ട് ചിക്കൻ നല്ലോണം വേവട്ടെ. അപ്പോൾ വേകുമ്പം തന്നെ ഈ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ എത്രയും മതിയാവും കേട്ടോ. ചിക്കൻ വേകാനുള്ള വെള്ളമൊക്കെ ഇതിൽ തന്നെ വരും. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ആ സമയം കൊണ്ട് വെന്ത് കിട്ടും. ഞാനൊരു 5-6 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ നല്ലോണം തിള വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ഒരു അടിപൊളി റെസിപ്പിയാണ് ചിക്കൻ ഹാന്തി റെസിപ്പി. അതും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ, ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്ന് കുക്കായിട്ട് വരട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിൻ്റെ മസാല പിന്നെ റെഡിയാക്കാം. ഇനി അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. 3-4 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ കുറച്ച് നല്ലോണം വേണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. കരിഞ്ഞു പോകാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ നല്ല ചൂടുണ്ടെങ്കിൽ ഇത് കുറച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈവിടാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും, അടിക്ക് പിടിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ നല്ല ചൂടാണെങ്കിൽ ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ചൂട് കുറഞ്ഞിട്ട് ശേഷം ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടിക്ക് പിടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിനകത്ത് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്തത്. എന്നിട്ട് ഇത് നല്ലോണം, അപ്പോൾ ഇപ്പം ഞാൻ ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത് ക്രീം ഇടുമ്പം. ഇനി ഇത് മെല്ലെ തണിഞ്ഞതിന് ശേഷം പിന്നെയും ഒന്നും കൂടി ഓണാക്കി വെക്കുകയാണ്. എന്നിട്ട് ഓണാക്കിയിട്ട് ഈ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ക്രീം ഒന്ന് മെൽറ്റ് ആവട്ടെ. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഗ്രേവി. ഈ ഗ്രേവിയിലാണ് ഈ കറി മൊത്തം ഇരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം ഈ ഗ്രേവിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഗ്രേവി തന്നെ. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് എല്ലാം മെൽറ്റായിട്ടുണ്ട്. ക്രീമൊക്കെ നല്ലോണം മെൽറ്റായിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കറി ഉണ്ടാക്കിയല്ലോ, അതിൻ്റെ അകത്ത് നിന്ന് ഒരു 3 കയ്യിൽ കറി മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വെറും കറി, അതിൻ്റെ ഗ്രേവി മാത്രം. ഒരു 3 പ്രാവശ്യം ഞാൻ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. 3 സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി അതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റില്ല, ഇതിൻ്റെ ടെക്സ്ചറേ മാറി നല്ലൊരു ക്രീമി ടെക്സ്ചറിലായിട്ട് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം എൻ്റെ ഗ്യാസ് ഫ്ലെയിം ഓഫ് തന്നെയാണ് കേട്ടോ. ഞാൻ കറി ഒഴിച്ചതിന് ശേഷം ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ആ ചൂടിൽ തന്നെയാണ് ഞാനിത് മിക്സ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നല്ലോണം അടിപൊളിയായിട്ടുള്ള ക്രീമി ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ നല്ലോണം വെന്തോ നോക്കുക, വെന്തിട്ട് മാത്രമേ ഇത് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എൻ്റെ ചിക്കൻ ഓൾമോസ്റ്റ് ഇത് വെന്ത് വന്നിട്ടുണ്ട് നല്ലോണം. അപ്പം ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ഗ്രീൻ ചില്ലി സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ചില്ലി ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ചില്ലിയുടെ ഒരു ടേസ്റ്റും മണമൊക്കെ നിൽക്കും. അത് നല്ലൊരു ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രീൻ ചില്ലി വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച ക്രീമി ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. ഇനി അതിൽ 5 മിനിറ്റത്തേക്ക് നമുക്കിത് അടച്ചു വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റത്തേക്ക് കുക്ക് ചെയ്തതിന് ശേഷം ഞാനിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കുക, ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ, എനിക്ക് കുറച്ച് കുറവായിരുന്നു, അപ്പം ഞാനൊരു 1/4 ടീസ്പൂൺ കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൽ ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ്. ഞാൻ ഇവിടെ 2 ടീസ്പൂൺ കസൂരി മേത്തി കയ്യിൽ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കസൂരി മേത്തി. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് കവർ ചെയ്തിട്ട് ആ സ്റ്റീമിൽ തന്നെ ഒരു 5 മിനിറ്റോളം അതങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, എന്നിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് കൊറിയാൻഡർ ലീഫ് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു കൈപ്പിടി നിറച്ചും കൊറിയാൻഡർ ലീഫ് ചോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ചിക്കൻ മക്ക്. എനിക്കറിയാം ഇത് കുറച്ചൊരു ലെങ്തി റെസിപ്പിയാണെന്ന്, പക്ഷെ എന്നാലും ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഇതിൻ്റെ ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ട് കണ്ടു നോക്കുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാനുള്ള മോട്ടിവേഷൻ. അപ്പോൾ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.